ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു അലമാര. 2025 മാർച്ചിൽ നടക്കാൻ പോകുന്ന കോൺവക്കേഷൻ്റെ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. മാർച്ച് 5-ാം തീയതിയാണ് കോൺവക്കേഷൻ നടക്കാൻ പോകുന്നത്. നമുക്ക് ഓൾറെഡി അതിൻ്റെ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ ഗ്രൂപ്പുകളിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മുടെ MBA ഗ്രൂപ്പാണ് ഇഗ്നോയുടെ. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ആ അപ്ഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ സെർച്ച് ബാറിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതാണ് കോൺവക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഈ കോൺവക്കേഷൻ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 25 ഫെബ്രുവരിയിലാണ് ലാസ്റ്റ് ഡേറ്റ് നമുക്ക് കോൺവക്കേഷന് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനായിട്ട്, അതായത് ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. കോൺവക്കേഷൻ നടക്കാൻ പോകുന്നത് 5 മാർച്ചിലായിരിക്കും നടക്കുന്നത്. എല്ലാവിധ സെലക്ടഡ് റീജിയണൽ സെന്ററുകളിലും പല കാര്യങ്ങളും പല ഡൗട്ടുകളും ചോദിക്കുന്നുണ്ട്. കേരളത്തിൽ 3 റീജിയണൽ സെന്റർ ഉണ്ട്. ഈ 3 റീജിയണൽ സെന്ററിൽ നടക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് റീജിയണൽ സെന്ററിന്റെ മാത്രം തീരുമാനമാണ്, അവിടെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതുകൊണ്ടാണ് സെലക്ടഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 3 റീജിയണൽ സെന്ററും നോർമലി നടക്കാറുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായിരിക്കും അവിടെ കോൺവക്കേഷൻ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുന്ന, അല്ലാത്തവർക്ക് വീട്ടിലേക്ക് സെൻഡ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അപ്പം കോൺവക്കേഷൻ അറ്റൻഡ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടുക തന്നെ ചെയ്യും. ലാസ്റ്റ് ഡേറ്റ് 25 ഫെബ്രുവരിയിലാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ കോൺവക്കേഷന് 600 രൂപ ഫീസ് അടയ്ക്കണം. അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. ആ ഫീസ് അടച്ചതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ കറക്റ്റായിട്ടാണോ പോയിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും? അതിന് ഓപ്ഷനാണ്, നമുക്ക് ഇവിടെ വന്നതിന് ശേഷം പ്രിൻറ്റ് ടു അക്നോളജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം, അതായത് ഒരു പുതിയ ആൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷനിലാണത് ചെയ്യുന്നത്, നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ ഉപയോഗിച്ചിട്ട് ആണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഓൾറെഡി ചെയ്തതാണ്. എൻ്റെ എൻറോൾമെൻറ്റ് നമ്പറാണ്, ഞാനിവിടെ ഓൾറെഡി രജിസ്റ്റേർഡ് ആയതുകൊണ്ടാണ് കാണാൻ സാധിക്കാത്തത്. അപ്പോൾ അങ്ങനെ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഗ്നോയുടെ മെയിൻ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറും നിങ്ങളുടെ ഡീറ്റെയിൽസും കൊടുത്ത് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. ഈ എൻറോൾമെൻറ്റ് നമ്പറും പാസ്വേഡും നിങ്ങൾ കോൺവക്കേഷൻ, അതായത് 38th കോൺവക്കേഷന് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമ്പോൾ ഉപയോഗിച്ച അതേ പാസ്വേഡും എൻറോൾമെൻറ്റ് നമ്പറും ഉപയോഗിക്കുക. നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു പേജ്. ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് പേയ്മെൻറ്റ് ഫോർ റിസിപ്റ്റ് ഓഫ് ഡിഗ്രി ഡിസ്പാച്ച് 35th അല്ല, ഇത് 38th ആണ്. ഇത് ഒരു എററാണ്, അത് അവോയ്ഡ് ചെയ്തേക്കുക. അത് കാര്യമാക്കേണ്ട കാര്യമില്ല. അതിനുശേഷം നമുക്കിവിടെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പേര്, ഏത് പ്രോഗ്രാമിലേക്കാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്, ആ കിട്ടാൻ പോകുന്ന ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറും നമുക്ക് ഇഷ്യൂ ആയിട്ടുണ്ട്. ഈ നമ്പർ വെച്ചിട്ടായിരിക്കും നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ കിട്ടാൻ പോകുന്നത്. അതോടൊപ്പം നമ്മുടെ കൺട്രോൾ നമ്പറും ഫീ എത്രയാണ് പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഡൗട്ട് ആയിട്ട് പലരും ചോദിക്കുന്നത്, MCOM സ്റ്റുഡൻസ് ഓൾഡ് സ്കീമിനുള്ള MCOMന് 2 സർട്ടിഫിക്കറ്റ് ഉണ്ട് നിങ്ങൾക്ക്. അതായത് PGDB IOU ഉണ്ടാവും, MCOM ഉണ്ടാവും. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റും ഉണ്ടാവും. ആ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് സെൻഡ് ചെയ്യുമ്പോൾ അതിനും 600 രൂപയുണ്ട്. അതോടൊപ്പം തന്നെ MCOMനും 600 ഉണ്ട്. ആ പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എങ്ങനെയാണ്? ഈ ഒരു കോൺവക്കേഷൻ അസിസ്റ്റൻസ് ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ പല ആളുകളും സ്വന്തമായ നിലയ്ക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. അത് എററായിരിക്കാം, ചിലപ്പോൾ അവർ വരുത്തിയ ഇൻ്റർനെറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം. അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടും ഈ ഒരു ഇഷ്യൂ ഉണ്ടാകാം. അപ്പോൾ ഫീ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നാണ് ഫീ പേയ്മെൻറ്റ് ചെയ്തതും. ഇത് പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് എപ്പോൾ ലോഗിൻ ചെയ്താലും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാ ആളുകളും പേയ്മെൻറ്റ് കോൺവക്കേഷൻ ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തേക്കാം. നമ്മുടെ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിലും ഈ ഒരു അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ചെക്ക് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ലാസ്റ്റ് ഡേറ്റ് 25 ഫെബ്രുവരിയിലാണ്. വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അറിയാത്ത ആളുകളോ അല്ലെ മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ ഒത്തിരി അധികം സ്റ്റുഡൻസ് ഇനിയും ഈ ഇൻഫർമേഷൻ അറിയാത്തവരുണ്ട്. ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യട്ടെ. എങ്കിലേ അവർക്ക് മാർച്ച് 5 നടക്കുന്ന കോൺവക്കേഷനിൽ അവരുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ അവർക്ക് കിട്ടുകയുള്ളൂ. അപ്പം ഈ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ലാസ്റ്റ് ഡേറ്റ് 25 ഫെബ്രുവരിയാണ്. അതിനുള്ളിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓൾമോസ്റ്റ് എല്ലാ കമൻറ്റിനും നമ്മൾ കൃത്യമായി വായിച്ച് അതിന് കൃത്യമായ ഉത്തരം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഈ വരുന്ന 28 ഫെബ്രുവരിയാണ്. ഇന്ന് 21 ആണ് ഈ ഫെബ്രുവരി വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ പ്രോസസ്സ് പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ്.